ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. നമ്മൾ ഉണക്ക കുരുമുളകിനേക്കായി നല്ലത് പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ്. നല്ല വീട്ടിലുണ്ടായ അടിപൊളി കറിവേപ്പിൻ്റെ ഇല, നല്ല നാടൻ ഇലയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് നോക്കിയിട്ട് എടുക്കണം. അതുപോലെ നല്ല പഴുത്ത ചെറുനാരങ്ങ, നല്ല പഴുത്തത് നോക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് നീര് നമുക്ക് ആവശ്യമായത് കിട്ടുള്ളൂ. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ഒരു 5-6 അല്ലി വരുന്ന ചുവന്നുള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലിയോളം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊക്കെ ജാറിലേക്ക് മാറ്റാം. അരയാൻ സൗകര്യത്തിന് വേണ്ടി ഇഞ്ചിയും ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഉപ്പ് പിന്നീട് ചേർത്താലും മതി, പക്ഷെ ഞാനെല്ലാം കൂടി ഒരുമിച്ചാണ് ചേർക്കുന്നത്. അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര്, കുരുവില്ലാണ്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിൽ വെള്ളം അധികം യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളവും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മീൻ കട്ട് ചെയ്യാം. നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മീൻ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി വരഞ്ഞു കൊടുക്കണം, അധികം ഗ്യാപ്പിടാണ്ട്. ഈ കാണുന്ന രീതിയിൽ നന്നായി വരഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായി അതിലേക്ക് പിടിക്കുള്ളൂ. നമ്മൾ ആ വരഞ്ഞെടുത്ത മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് അടുത്ത ഘട്ടം. ഇതുപോലെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് നേരെ മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി കൈകൊണ്ട് നന്നായി മസാല പുരട്ടി കൊടുക്കണം. നമ്മൾ വരഞ്ഞ ആ വരയുടെ ഇടയിലേക്കൊക്കെ നന്നായി മസാല ഇറങ്ങുന്ന രൂപത്തിൽ നല്ല രീതിക്ക് മസാല തേച്ച് പിടിപ്പിക്കുക തന്നെ വേണം. അങ്ങനെ നമ്മുടെ മീൻകൂട്ടനെ തിരിച്ചും മറിച്ചൊക്കെ കെടുത്തി നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. അതുപോലെ ആ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിക്കുക തന്നെ വേണം. കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യമാണത്. കാരണം മസാല എത്രത്തോണ്ട് പിടിക്കുന്നോ അത്രയും മീനിന് ടേസ്റ്റ് കൂടും. മീനിനെ നമ്മൾ മസാലയിൽ കുളിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം. 230 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹിറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ മീൻകുട്ടനെ ഇതാ നമ്മൾ വെക്കുകയാണ്. 230 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഗ്രില്ലിംഗ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് ഒരു 40 മിനിറ്റോളം ടൈം ഇട്ട് നമുക്ക് നോക്കാം. നമ്മുടെ മീൻകുട്ടം എന്തായി തീരുമെന്നറിയില്ല, നമുക്ക് നോക്കാം. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന്. നോക്കാം നമുക്ക്. ഏകദേശം മീൻകുട്ടനെ ഉള്ളിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പതിയെ പുറത്തെടുത്ത് കുറച്ച് ഓയിൽ തേച്ച് ബാക്കി 30 മിനിറ്റ് കൂടെ നമുക്ക് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ മീൻകുട്ടൻ കാണാനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പതിയെ ഒരു കഷ്ണം നമുക്ക് പിച്ചിയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഹൈവ, അടിപൊളി അടിപൊളി ഗൈസ്.